അപ്പോൾ നീ ഇപ്പം നല്ല മിടുക്കനായല്ലോ. വീട്ടിൽ പോകണമെന്ന് തോന്നുന്നുണ്ടോ? വീട്ടിൽ ചെന്നാലും ഓട്ടവും ചാട്ടവും കളിയും ഒന്നും നടക്കില്ല. പിന്നെന്തിനാ വീട്ടിൽ പോകാൻ ധൃതി? ചേച്ചിക്കുട്ടി വീട്ടില. ആരായി ചേച്ചിക്കുട്ടി? ഇന്നലെ ഇത് പറയുന്നത് കേട്ടല്ലോ. അപ്പുണ്ണിയുടെ എൽഡർ സിസ്റ്ററാണോ? അതെ. ചേച്ചി അത്രയ്ക്ക് ഇഷ്ടമാണോ? 3 ആഴ്ച കഴിഞ്ഞാൽ പ്ലാസ്റ്റർ എടുക്കാം. അതുവരെ കാൽ അനക്കാതെ നോക്കണം. ശരി ഡോക്ടർ. അപ്പുണ്ണി എന്തെങ്കിലുമൊക്കെ ഉറക്കെ വായിക്കണം. ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ കോമിക്സ്. എങ്കിലേ സംസാരത്തിൻ്റെ സ്ഫുടത വീണ്ടെടുക്കാൻ പറ്റൂ. അപ്പുണ്ണി ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻ്റ് അല്ലേ? ഞാൻ പറയുന്ന ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ. ബട്ട് ഐ ഹാവ് പ്രോമിസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ബട്ട് ഐ ഹാവ് പ്രോമിസ്. ഓക്കെ, പ്രയാസപ്പെടണ്ട. സാവധാനത്തിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പരിശീലിക്കണം. ഡിസ്ചാർജ് ചെയ്തേക്കാം. തരുന്ന മരുന്നുകൾ മുടങ്ങാതെ കഴിക്കണം. ശരി ഡോക്ടർ. ഇനി സ്കേറ്റിംഗ് ചെയ്യുമ്പം ഹെൽമറ്റും നീ ക്യാപ്പും ഇടാൻ മറക്കരുത് കേട്ടോ പുണ്ണി? ഓക്കെ. താങ്ക് യു. രാത്രി പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ആയാലും മതി. വേണ്ട സിസ്റ്റർ, കാറുണ്ട്. നമുക്ക് വീട്ടിൽ പോവാം. അച്ഛമ്മേ, ദേ അപ്പുണ്ണി വന്നു. അപ്പുണ്ണി, ചേച്ചിക്കുട്ടി. തനി ഇറങ്ങല്ലേ അപ്പുണ്ണി, ചേച്ചിക്കുട്ടി കൈ പിടിക്കാം. മാറി നിക്കടി. ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ അവൻ ഇറങ്ങാൻ പറ്റുമോ രത്നമ്മേ? അപ്പുണ്ണിയെ കൊല്ലാൻ നോക്കിയ ഈ മൂതവിടെ സഹായം തന്നെ വേണോ അതിന്? സഹായിക്കണേലേ ഇവിടെ വേറെ ആളുണ്ട്. അപ്പുണ്ണിയെ ഇങ്ങോട്ടിറങ്ങി വാ. വേണ്ട, അമ്മ എന്നെ തൊടണ്ട. നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട. എന്റെ അപ്പുണ്ണിയെ സഹായിക്കാൻ ഞാനുണ്ട്.